ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പോക്കറ്റ്സ് ആണ്. വെൽക്കം ടു ദ വീഡിയോ. ആദ്യം നമുക്ക് പോക്കറ്റ്സിന് ഉള്ള കുബൂസിന് വേണ്ടി മാവ് റെഡിയാക്കാം. അതിനായി 1/2 കപ്പ് ഇളം ചൂടുവെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റും ചേർത്ത് 10 മിനിറ്റ് പൊങ്ങാൻ വെക്കാം. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ഈസ്റ്റ് മിക്സും ചേർത്ത് നന്നായി കുഴച്ച് 3 മണിക്കൂർ ഡബിളായി കിട്ടാൻ വെക്കാം. ബോൺലെസ് ചിക്കൻ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെറുതായി അടിച്ച് പരത്തിയെടുക്കാം. നമ്മൾ ചെറുതായി ഒന്ന് അടിച്ച് പരത്തി എടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാ പീസും ഇതുപോലെ അടിച്ച് പരത്തി എടുക്കുന്നുണ്ട്. ചിക്കൻ മാറിനേറ്റ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളക്, 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 മുട്ടയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് 2 മണിക്കൂർ വയ്ക്കാം. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഓരോ ചിക്കൻ പീസും ബ്രെഡ് ക്രംസിൽ മുക്കി കോട്ട് ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ പാൻ വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഓരോ ചിക്കൻ പീസും ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. നമുക്ക് ബാക്കിയുള്ള ചിക്കൻ പീസും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മാവ് നന്നായി ഡബിളായി വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് കുഴച്ച് ബോൾസ് ആക്കി എടുക്കാം. നമുക്കിനി ഇതൊന്ന് പരത്തിയെടുക്കണം. കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം. നമ്മുടെ ബോൾസ് ഒന്ന് ചെറുതായി ഒന്ന് പരത്തിയെടുക്കാം. ചെറുതായി ഒന്ന് പരത്തിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ തന്നെ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് നമുക്ക് പിന്നെ ഇത് ബോൾസ് ആക്കി എടുക്കണം. നമ്മൾ നന്നായി ഒന്നും കൂടെ ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നീളത്തിൽ പരത്തിയെടുക്കാം. നമുക്ക് റൗണ്ട് ആക്കണ്ട, അതുപോലെ ഒരുപാട് തിന്നും ആക്കണ്ട. നമുക്കിതുപോലെ നീളത്തിലൊന്ന് പരത്തിയെടുക്കാം. നമ്മളെല്ലാം ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 5 മിനിറ്റ് അടച്ച് മാറ്റി വെക്കാം. നമുക്ക് ഫില്ലിങ്ങിന് വേണ്ട സവാളയും ക്യാപ്സിക്കം സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചെറുതായി 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായി പാൻ വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് 1 മിനിറ്റ് മാത്രം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇതിലേക്ക് തന്നെ 1 ടീസ്പൂൺ കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്നിട്ട് ക്യാപ്സിക്കം കൂടി 1 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തികച്ചും ഓപ്ഷണലാണ്. നമുക്ക് ഇത് നമ്മുടെ ഈ റോ ഫ്ലേവർ മാറാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് കുക്ക് ചെയ്തത്. റോ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് നമുക്ക് ഇത് നേരിട്ടും ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി കോരി മാറ്റാം. ഇനി നമുക്ക് സോസ് ഉണ്ടാക്കാം. 1 അവക്കാഡോ സ്കൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 ചെറുതായി ചോപ്പ് ചെയ്ത് വെളുത്തുള്ളി, 1 ടീസ്പൂൺ നാരങ്ങാ നീര്, കുറച്ച് ഉപ്പ്, കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. സോസ് റെഡി ആയിട്ടുണ്ട്. ഫില്ലിംഗ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഫ്രൈ ചെയ്ത ചിക്കൻ, അവക്കാഡോ സോസ്, ലെറ്റ്യൂസ് ലീഫ്, നമ്മൾ കുക്ക് ചെയ്ത സവാള, ക്യാപ്സിക്കം, സ്ലൈസ് ചെയ്ത സാലഡ് കുക്കുംബർ, ഇത്രയുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുബൂസ് ചുട്ടെടുക്കാം. അതിനായി പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായി വരുമ്പോൾ കുബൂസ് ഇട്ട് കൊടുക്കാം. നന്നായി ബബിൾസ് വരുമ്പോൾ നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കുബൂസ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇതുപോലെ ചുട്ടെടുക്കാം. നമ്മൾ ചുട്ടെടുത്ത കുബൂസ് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല പോക്കറ്റ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഫില്ല് ചെയ്യണം. കുബൂസ് ഒന്ന് ഫില്ല് ചെയ്യാം. നമുക്ക് ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ വെച്ച് കൊടുക്കാം. ലെറ്റ്യൂസ് ലീഫ് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് സവാളയും കൂടെ വെച്ച് കൊടുക്കാം. നമുക്ക് ക്യാപ്സിക്കം ഒക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് അവക്കാഡോ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രം മതി. ഇനി നമ്മൾ സ്ലൈസ് ചെയ്ത് കുക്കുംബർ കൂടി വെച്ച് കൊടുക്കണം. ഞാൻ മറന്നുപോയി, പിന്നെയാണ് വെച്ച് കൊടുത്തത്. നമ്മുടെ ചിക്കൻ പോക്കറ്റ്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.